തല്ലുമാല ടീമിൻ്റെ സിനിമേൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ആലപ്പുഴ ജിംഖാന എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ടൈറ്റിൽ അത്യാവശ്യം ഒരു വെറൈറ്റി പേര് തന്നെയാണ്, ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ട്. ഒരു മോഷൻ പോസ്റ്ററിലൂടെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. നെസ്ലൻ, ലൂക്ക്മാൻ, ഗണപതി എന്നിവരൊക്കെയാണ് കാസ്റ്റിൽ കാണുന്നത്. വിഷ്ണു വിജയാണ് സിനിമയുടെ മ്യൂസിക് കമ്പോസർ. തല്ലുമാല സിനിമയിലെ ഖാലിദ് റഹ്മാനാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. കറൻ്റ്ലി പടത്തിൻ്റെ ഷൂട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായിട്ട്. ഇനി രജനീകാന്തിൻ്റെ തിയേറ്റർ റിലീസിന് വരുന്ന സിനിമയാണ് വേട്ടയൻ എന്ന് പറഞ്ഞ സിനിമ. ഒക്ടോബർ 10-നാണ് റിലീസ് തീയതി ഉറപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, സാബുവണ്ണൻ എന്നിവരൊക്കെയാണ് ഇതുവരെയായിട്ട് കാസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ബോളിവുഡിൽ നിന്ന് നമ്മുടെ റാണ തകുപതി, അതുപോലെ തന്നെ നമ്മുടെ അമിതാഭ് ബച്ചനൊക്കെ വലിയ വലിയ കാസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പടത്തിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്ന അനിരുദ്ധാണ്. അതുകൊണ്ട് തന്നെ റോക്ക് സ്റ്റാർ അനിരുദ്ധിൻ്റെ സ്പെഷ്യൽ BGM സോങ്സ് കേൾക്കാൻ സാധിക്കും. ഡയറക്ഷൻ നമ്മൾ TJ ഗണവാലാണ്. ഒക്ടോബർ 10-നാണ് റിലീസ് തീയതി. സിനിമേൻ്റെ സെൻസറിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ 43 മിനിറ്റാണ് കണക്കാക്കപ്പെടുന്നത്. സിനിമ റൺ ടൈം UA/A സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. നാളെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിൻ്റെ അന്നായിരിക്കും സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറും പുറത്തിറങ്ങാൻ പോകുന്നത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ വെച്ചിട്ട് കൂലി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ലോകേഷാണ് ഇപ്പോൾ കറൻ്റ്ലി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമേൻ്റെ ഒരു ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ കറൻ്റ്ലി സിനിമയുടെ ഷൂട്ട് വിശാഖപട്ടണത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സിനിമേൻ്റെ ഷൂട്ട് ഇപ്പോൾ ഒക്ടോബർ 5 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അന്നത്തോടെ സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ടും വിശാഖപട്ടണത്തിലെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ സിനിമയുടെ പകുതി ടീമിനെ ചെന്നൈയിലോട്ട് അയച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, രജനീകാന്തായിട്ടുള്ള കുറച്ച് ഫൈറ്റ് സീൻസിനായിട്ട് ചെന്നൈ ആണ് ഒരു ലൊക്കേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത ഫേസ് ഷൂട്ടിംഗ് ആയിട്ട്. അത് ഒക്ടോബർ 17-നുള്ളിലായിരിക്കും ചെന്നൈയിൽ അതിൻ്റെ ഷൂട്ട് ആരംഭിക്കാൻ പോകുന്നത്. അതിൽ രജനീകാന്ത് ഇൻവോൾവ് ചെയ്യുന്ന കുറേ ഫൈറ്റ് സീൻസ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്പോഴേക്കും രജനീകാന്ത് ഗെറ്റ് വെൽ സൂൺ ആയിരിക്കണം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, നമ്മുടെ തലപതി അണ്ണൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് ദ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ. ഒഫീഷ്യൽ ആയ റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ്. ഒക്ടോബർ 3-നായിരിക്കും നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ മലയാളത്തിലും തമിഴിലും തെലുങ്കുവിലും കന്നഡയിലും ഹിന്ദിയിലുമായി ഡബ് ചെയ്ത് OTT റിലീസിന് പോകുന്നത്. ഡയറക്ടേഴ്സ് കട്ടല്ല, തിയേറ്ററിൽ റിലീസ് ചെയ്ത അതേ വേർഷൻ തന്നെയായിരിക്കും 3 മണിക്കൂറിലെ ഒരു OTT റിലീസ് വരുന്നത്. ഒഫീഷ്യലായിട്ട് വരുന്ന ഡയറക്ടേഴ്സ് കട്ട് അവർ കുറച്ചും കൂടി പെൻഡിങ് ആവുമെന്നാണ് കേൾക്കുന്നത്. അതിനി വരുമോ ഇല്ലയോ എന്ന് വരെ ഡൗട്ടായി തുടങ്ങി. തലപതിൻ്റെ 69ാമത്തെ സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. പടത്തിൻ്റെ ഷൂട്ട് ഒക്ടോബർ 5 മുതൽ ആരംഭിക്കാൻ പോവുകയായിരിക്കും. 5 അല്ല, 4-നായിരിക്കും പൂജ തുടങ്ങുന്നത്. 5-ാം തീയതി ആയിരിക്കും സിനിമേൻ്റെ ഫസ്റ്റ് ഷൂട്ട് തുടങ്ങുന്നത്. സോങ് ആയിരിക്കും ആദ്യത്തെ 2 വീക്കിൽ ഷൂട്ട് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അനിരുദ്ധ് ഇപ്പോൾ തന്നെ വർക്ക് ആരംഭിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. വിനോദായിരിക്കും സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. സിനിമേൻ്റെ കാസ്റ്റിനെ കുറിച്ച് ഇപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്നത്തോടെ സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് ബോബി ഡിയോൾ സിനിമയിലുണ്ടെന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ് ഇന്ന് വന്ന പോസ്റ്ററിലൂടെ. അതുപോലെ തന്നെ സിനിമയിൽ അവർ കാണിച്ച ഒരു വീഡിയോയിൽ കാസ്റ്റായിട്ട് മമിത ബൈജു, പ്രകാശ് രാജ്, പൂജ ഹെഗ്ഡെയൊക്കെ ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇനി വരുന്ന 3 ദിവസത്തിൽ ഓരോ ദിവസം 2 അല്ലെങ്കിൽ 1 പോസ്റ്റർ വെച്ചിട്ട് അവർ കൺഫേം ചെയ്യുന്നതായിരിക്കും സിനിമയുടെ കാസ്റ്റ്. എന്തായാലും ബോബി ഡിയോൾ ഉണ്ടെന്ന് ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആയിരിക്കുകയാണ്. എന്തായാലും പൂജ ഹെഗ്ഡും കൂടി ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും നാളത്തെ ആ ഒരു പോസ്റ്റേഴ്സിൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ബോഗൻവില്ല എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ അമൽ നീരദിൻ്റെ വരാനിരിക്കുന്ന സിനിമയാണ്. ഒക്ടോബർ 17-ാം തീയതിയാണ് സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമേൻ്റെ കഥയെ കുറിച്ച് ചെറിയൊരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. പടത്തിൻ്റെ കഥ നോക്കുകയാണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഒരു ഫാമിലി, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ചുറ്റുപാടിൽ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതും ടൂറിസ്റ്റ് പ്ലേസ് ഇൻ കേരള. അങ്ങനെ എന്തൊക്കെയാണ് അമൽ നീരദ് ഈ ഒരു പടത്തിൽ പണ്ണാൻ പോകുന്നത്. ഇതൊരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച്. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലറും ടീസറൊക്കെ വരുമ്പോൾ നമുക്ക് വ്യക്തത ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ പൃഥ്വിരാജിൻ്റെ അൻവർ എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ റിലീസ് പിന്നെയും ചെയ്യാൻ പോവുകയാണ്. റിലീസ് അമൽ നീരദ് പടം. നമ്മുടെ ബറോസ് എന്ന് പറഞ്ഞ 3D പടത്തിൻ്റെ ഒരു പുതിയൊരു ബാനർ ആശീർവാദിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊച്ചിയിൽ ഇപ്പോൾ പോസ്റ്റർ ചെയ്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, പടത്തിൻ്റെ ഫസ്റ്റ് സ്ക്രീനിങ് ഇന്നിപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു. സന്തോഷ് ശിവനാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്, നമ്മുടെ ലാലേട്ടനായിട്ടുള്ളത്. കാരണം അദ്ദേഹം ഈ ഒരു സിനിമ കണ്ടു, അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ് ഔട്ട്പുട്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ട്. എന്തായാലും പടത്തിൻ്റെ റിലീസ് എന്തായാലും ഒക്ടോബർ വരത്തില്ലെന്ന് ഏറെക്കുറെ കൺഫേം ആയിരിക്കുകയാണ്. എന്തായാലും ഈ വർഷത്തെ ഡിസംബറിന് നമുക്ക് പ്രതീക്ഷിക്കാം സിനിമേൻ്റെ റിലീസൊക്കെ. വെനം എന്ന് പറഞ്ഞ സിനിമേൻ്റെ ലേറ്റസ്റ്റ് പടമാണ് ദ ലാസ്റ്റ് ഡാൻസ്. ഐമാക്സിലും ഡോളി ബി പോസ്റ്റേഴ്സ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഐമാക്സ് ഡോളി ബി പോസ്റ്റേഴ്സ് ഒക്ടോബർ 25-നാണ് തിയേറ്റർ റിലീസിന് തേടി വരുന്നത്. എന്തായാലും 2 പോസ്റ്ററും നല്ല തീവാറും പോസ്റ്റർ തന്നെയാണ്.
എന്തായാലും ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്ന സിനിമാ വാർത്തകളിൽ നിന്ന്. എന്തായാലും കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിന് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ് ചാനൽ കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ആൻഡ് പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക.